രക്ഷപ്പെടുക എന്ന ഒറ്റ ലക്ഷ്യവുമായി 28-ാം വയസ്സിൽ ആ പാലക്കാടുകാരൻ ഇന്ത്യ വിട്ടത് പോക്കറ്റിൽ വെറും 50 രൂപയുമായി. ഇന്ന് ആ സ്ത്രീ 31,500 കോടി രൂപ. ശോഭ ഗ്രൂപ്പ് സ്ഥാപകൻ PNC മേനോന്റെ ജീവിതകഥ എക്കാലവും സംരംഭകരെ പ്രചോദിപ്പിക്കുന്നതാണ്. 1958-ൽ 10 വയസ്സുകാരനായ PNC മേനോന് തൻ്റെ തണലായിരുന്ന പിതാവിനെ നഷ്ടപ്പെട്ടു. കുടുംബം ദാരിദ്ര്യത്തിലായി. സാമ്പത്തിക ബുദ്ധിമുട്ടിനാൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കാനായില്ല. സ്വപ്നങ്ങളൊക്കെയും തകർന്നടിയുന്നതുപോലെ. ചുമലിൽ കുടുംബഭാരം. ഇന്റീരിയർ ഡെക്കറേഷൻ ബിസിനസ്സാണ് അദ്ദേഹം ജീവിതമാർഗമായി കണ്ടെത്തിയത്. 1976-ൽ കടം വാങ്ങിയും മറ്റും പണം സംഘടിപ്പിച്ച് ഭാഗ്യം തേടി ഗൾഫിലേക്ക്. ഒമാനിലെത്തിയ അദ്ദേഹം തനിക്ക് പ്രാവീണ്യമുള്ള ഇന്റീരിയർ ഡെക്കറേഷൻ ബിസിനസ് തന്നെയാണ് അവിടെയും തുടങ്ങിയത്. കഠിനാധ്വാനം ഫലം കണ്ടു. വർഷങ്ങൾ പിന്നിടവേ മികച്ച ഇന്റീരിയർ ഡെക്കറേഷൻ സ്ഥാപനമെന്ന നിലയിൽ PNC മേനോന്റെ സംരംഭം പേരെടുത്തു. യൂറോപ്യൻ ഡിസൈനിങ് സ്ഥാപനങ്ങളെ അടക്കം അദ്ദേഹത്തിൻ്റെ കമ്പനി പിന്നിലാക്കി. സുൽത്താൻ ഖബൂസ് ഗ്രാൻഡ് മോസ്കും അൽ ബുസ്താൻ പാലസും അടക്കം ഗംഭീര നിർമ്മിതികൾ പിറന്നു. ബ്രൂണൈ സുൽത്താന്റെ കൊട്ടാരം ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചതോടെ ഈ മലയാളി സംരംഭകന്റെ പ്രശസ്തി മധ്യേഷ്യയിലെങ്ങും പരന്നു. 1995-ൽ ഇന്ത്യയിലേക്ക് തിരികെ എത്തിയ അദ്ദേഹം ബംഗളൂരുവിൽ ഭാര്യ ശോഭയുടെ പേരിൽ ശോഭ ഡെവലപ്പേഴ്സ് തുടങ്ങുന്നു. ഡിസൈൻ മുതൽ ഫർണിച്ചർ വരെ എല്ലാം സ്വയം നിർമ്മിക്കുന്ന ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷൻ മാതൃകയാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനെ വിശ്വാസ്യതയുടെ പര്യായമാക്കിയത്. മറ്റാരും പിന്തുടരാത്ത ഒരു യുണീക്ക് മാതൃക. 337 കോടി രൂപ ചെലവിൽ മൈസൂരിലെ ക്യാമ്പസ് നിർമ്മിക്കാൻ ഇൻഫോസിസ് ചുമതലപ്പെടുത്തിയത് ശോഭയെയാണ്. 2006-ൽ ശോഭ ലിമിറ്റഡ് IPO എത്തി. 126 ഇരട്ടിയാണ് IPO ഓവർ സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടത്. ഇന്ന് ഇന്ത്യൻ ബില്യണേഴ്സിൻ്റെ ഫോബ്സ് റിച്ച് ലിസ്റ്റിൽ 87-ാം സ്ഥാനമാണ് PNC മേനോന്. ബിൽ ഗേറ്റ്സിൻ്റെയും വാറൻ ബഫറ്റിൻ്റെയും നേതൃത്വത്തിലുള്ള ദ ഗിവിംഗ് പ്ലഡ്ജിൽ അംഗമായിക്കൊണ്ട് സമ്പത്തിൻ്റെ 50% സമൂഹത്തിനെ സംഭാവന ചെയ്യാൻ അദ്ദേഹം പ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. റിയൽ എസ്റ്റേറ്റ് ലോകത്തിലെ ഏറ്റവും മികച്ച സംരംഭകരിൽ ഒരാളായി മാറിയെങ്കിലും ഇന്നും സ്വന്തം ജന്മനാടിനായി തുടിക്കുന്ന ഹൃദയമാണ് അദ്ദേഹത്തിൻ്റേത്. ശ്രീ കുരുമ്പ ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ 10,000-കണക്കിന് കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവുകൾ അദ്ദേഹം നിർവഹിക്കുന്നു. പാലക്കാട്ടെ 2 പഞ്ചായത്തുകളിലെ ജനങ്ങളുടെ ഉന്നമനത്തിനായി വലിയ തുക ചെലവിടുന്നു. പിന്നിലേക്കൊന്നു പോയാൽ 10-ാം വയസ്സിൽ പിതാവിനെ നഷ്ടപ്പെട്ട ഒരു ബാലനെ നമുക്ക് കാണാം. ഇന്ന് നിരവധി സംരംഭകർക്കും സമൂഹത്തിനും പ്രേരണയായി നിൽക്കുന്ന വടവൃക്ഷ സമാനമായ ഒരു സംരംഭകന് പിന്നിൽ സാഹചര്യങ്ങളോട് പടവെട്ടിയ കരുത്തും അനുഭവപരിചയമുണ്ട്.